ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പൈസ് വുഡ്. എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായ സ്പൈസ് വുഡിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഈ പുഡിങ്. അതിനു വേണ്ടി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു പരന്ന പാത്രത്തിലോ അല്ലെങ്കിൽ പരന്നൊരു പ്രതലത്തിലോ നമുക്ക് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. ഇത് നമ്മൾ പുഡിങ്ങിന് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കാരമലൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി എടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഏകദേശം 2 കപ്പോളം ഡയറി വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് രണ്ടും കൂടി നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കുക കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഫീച്ചർ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ജലാറ്റിൻ 2 ടീസ്പൂൺ ജലാറ്റിൻ ഞാൻ നേരത്തെ തന്നെ തണുത്ത വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു. അത് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ജലാറ്റിൻ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ തന്നെ ചെയ്തതുകൊണ്ട് ജലാറ്റിൻ ഇപ്പോൾ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ക്രീമിൻ്റെ ഒപ്പം ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ചെറിയ കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് വീണ്ടും നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ പുഡിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് പൈനാപ്പിളാണ്. അപ്പോൾ ഞാൻ ഇവിടെ ടിൻഡ് പൈനാപ്പിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പകുതി നമ്മൾ പുഡിങ്ങിലിടുക, ബാക്കി പകുതി നമ്മൾ ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രഷ് പൈനാപ്പിളാണ് എടുക്കുന്നതെങ്കിൽ നേരിട്ട് പുഡിങ്ങിൽ ചേർക്കരുത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അതിനൊരു കയ്പ്പ് രുചി വരും നമ്മുടെ പുഡിങ്ങിന്. ഫ്രഷ് പൈനാപ്പിളാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് പഞ്ചസാര ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് മാത്രം നമ്മൾ പുഡിങ്ങിൽ ചേർക്കുക. അല്ലെങ്കിൽ ഒരു കയ്പ്പ് രുചി വരും. 3 ടീസ്പൂൺ കാഷ്യൂനട്ട് ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ പുഡിംഗ് ട്രേയിൽ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് സ്പഞ്ച് കേക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. നിങ്ങൾക്കിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള കേക്ക് ആണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ഇനിയൊന്ന് കേക്ക് സോക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ടിൻഡ് പൈനാപ്പിളാണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ കേക്ക് സോക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷുഗർ സിറപ്പായാലും ഉപയോഗിക്കാം കേട്ടോ നമുക്ക്. സോക്ക് ചെയ്ത കേക്കിന് മുകളിലായിട്ട് നമുക്ക് പുഡിങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മുന്നേ മാറ്റി വെച്ചിട്ടുള്ള ക്രഷ്ഡ് കാരമലും ബാക്കി വന്നിട്ടുള്ള പൈനാപ്പിളും വെച്ച് നമുക്ക് പുഡിങ് ഒന്ന് അലങ്കരിച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു കിടിലൻ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.